രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ തുമ്മലും തൊണ്ടകടിയും ഉള്ളവരാണോ നിങ്ങൾ? എങ്കിൽ അതിലൂടെ മനസ്സിലാക്കാം നിങ്ങൾ ഒരു അലർജിക്കാരാണെന്ന്. ഇതിന് കാരണം അലർജിക് റെനിറ്റസ് ആണ്. ഇത് ഹൈ ഫീവർ എന്നും അറിയപ്പെടും. ഇത് ജലദോഷത്തോടൊപ്പം മൂക്കൊലിപ്പ്, കണ്ണുകൾ ചൊറിച്ചിൽ, സൈനസ് മർദ്ദം, ഇടയ്ക്കിടെയുള്ള തുമ്മൽ തുടങ്ങിയ ലക്ഷണങ്ങളാൽ അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഭാഗ്യവശാൽ ജീവിതശൈലി ക്രമീകരണങ്ങൾ, അലർജി മരുന്നുകൾ, ഇമ്മ്യൂണോതെറാപ്പി എന്നിവയിലൂടെ ഹൈ ഫീവർ നിയന്ത്രിക്കാനാകും. ഇനി ഇതിനെ 4 ആയി തിരിക്കാം. സീസണൽ അലർജിക് റെനിറ്റസ്: മരങ്ങൾ, പുല്ലുകൾ, കളകൾ എന്നിവയിൽ നിന്നുള്ള കുമ്പോള പോലുള്ള അലർജികൾ കാരണം വർഷത്തിലെ പ്രത്യേക സമയങ്ങളിൽ ഈ അവസ്ഥ സംഭവിക്കുന്നു. രണ്ടാമത്തേത് വറ്റാത്ത അലർജിക് റെനിറ്റസ്. ഇത് വർഷം മുഴുവൻ നിലനിൽക്കുകയും പൊടിപടലങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ രോമം അല്ലെങ്കിൽ പൂപ്പൽ പോലുള്ള ഇൻഡോർ അലർജികൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. മൂന്നാമതായി തൊഴിൽപരമായ അലർജിക് റെനിറ്റസ്. ജോലി സ്ഥലത്തെ പരിതസ്ഥിതിയിൽ നേരിടുന്ന അലർജികൾ അല്ലെങ്കിൽ പ്രകോപനങ്ങൾ കാരണം വികസിക്കുന്നു. നാലാമത്തേത് എസ്നോഫിലിയ സിൻഡ്രോമുള്ള നോൺ അലർജിക് റെനിറ്റസ്. അലർജിക് റെനിറ്റസിന്റെ ലക്ഷണങ്ങളോട് സാമ്യമുണ്ട്, പക്ഷേ അലർജി ട്രിഗറുകൾ ഇല്ല. തുമ്മൽ, മൂക്കൊലിപ്പ്, ക്ഷീണം, ശ്വാസമുട്ടൽ, ചുമ, ശ്വാസതടസ്സം, മൂക്കിലും തൊണ്ടയിലും കണ്ണിലും ചൊറിച്ചൽ, ഇങ്ങനെ കുറെ ലക്ഷണങ്ങളാണ് ഇതിന്. പൂമ്പൊടി, പൊടിപടലങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ താരൻ, പൂപ്പൽ, സിഗരറ്റ് പുക എന്നിങ്ങനെയാണ് കാരണങ്ങൾ. അതുകൂടാതെ അലർജി അവസ്ഥകളുള്ള കുടുംബ ചരിത്രവും ജനിതക ഘടനകൾ കാരണം അലർജിക് റെനിറ്റസ് വികസിപ്പിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്.